ഹായ് ഗായ്സ്. അപ്പോൾ ഡേ 1 അറ്റ് ഹൈദരാബാദ് നമ്മൾ പോകുന്നത് റാമോജി ഫിലിം സിറ്റി കാണാനാണ്. ഞാൻ ഹൈദരാബാദ് വരാനുള്ള ഒരു മെയിൻ റീസൺ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് റാമോജി ഫിലിം സിറ്റി പോകണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഇത് പ്ലാൻ ചെയ്തു. കാരണം ഒരു കാരണവശാലും ഇത് മിസ്സാവരുതെന്ന് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ എത്തി. ഇപ്പോൾ ഇവിടെ കോട്ടവാതിൽ തുറക്കുന്നൊരു ഓപ്പണിംഗ് സെറമണിയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഷോ ഉണ്ട് കേട്ടോ അതിനോടനുബന്ധിച്ച്. ഇവിടെ ആക്ച്വലി കുറേ ഷോസ് ഉണ്ട്. നമ്മൾ എല്ലാം മിസ് ചെയ്യാതെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വരണം കേട്ടോ, ഈ പറഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 ആകുമ്പോൾ എത്തി. ഷോ ഒക്കെ കണ്ടിട്ടാണ് എൻട്രൻസ്. ആ കോട്ടവാതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് സ്റ്റണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഒരു കൗബോയ് സെറ്റപ്പിലുള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ബസ്സസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കാർട്ടൂൺ ബസ്സസ്സാണ്. ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ബസ്സിൽ പോയിട്ട് ഓരോന്നും കാണിച്ചു തരും. ഓരോ സ്പോട്ടിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നടന്ന് കാണാനും ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഗംഗൂബായ്, സീതാരാമം ഈ മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയയിലൊക്കെയാണ്. ഇത് നേരിട്ട് കാണുന്ന കണ്ടോ, അത് താജ്മഹലിൻ്റെ ഒരു മോക്ക് ബിൽഡിംഗ് ആണ്. ദൂരത്തെ താജ്മഹൽ ഉള്ള പോലെയൊക്കെ കാണിക്കുന്നത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ വീടുകൾ കാണുമ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നും കേട്ടോ. ഇത് പുഷ്പ മൂവി ഷൂട്ട് ചെയ്തൊരു സ്പോട്ടാണ്. ഇത് ചന്ദ്രമുഖി മൂവിയിലെ വീടാണ്. ആൻഡ് ഈ കാണുന്നതൊന്നും ഒറിജിനൽ ആയിട്ടുള്ള വീടുകളല്ല, വെറുതെ കാർഡ്ബോർഡും പ്ലാസ്റ്റർ ഓഫ് പാരീസും വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഈ ഏരിയ ഒക്കെ നമ്മളെ ഭയങ്കര സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നത്, യുനോ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു രാജ്യസഭ കൊട്ടാരം സെറ്റപ്പാണ് കേട്ടോ. ഇതൊന്നും കണ്ടാൽ പറയില്ല. ഇതിൻ്റെ മേളിലോട്ടുള്ളത് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. കാർഡ്ബോർഡ്സും തെർമോകോൾസും പ്ലാസ്റ്റർ ഓഫ് പാരീസും വെച്ച് ഹാങ് ചെയ്ത് വെറുതെ നിൽക്കുന്ന തൂണുകളും കാര്യങ്ങളുമാണ് കേട്ടോ ഇതൊക്കെ. ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ഒന്നും റിയൽ അല്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു റെയിൽവേ സ്റ്റേഷൻ സെറ്റപ്പാണ് കേട്ടോ. ഷാറുഖ് ഖാൻ്റെ അടുത്തേക്ക് ട്രെയിനിലോട്ട് ഓടി വരുന്ന കാജോലിനെ ആരും മറന്നിട്ടില്ലല്ലോ. ആ സീനൊക്കെ ഇവിടെ ഈ വെറുതെ നിൽക്കുന്ന ട്രെയിനിൽ ഷൂട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ ഇതുപോലെ വലിയ വലിയ സ്റ്റോറേജ് ബിൽഡിങ്സ് ഉണ്ട്. ഇതിനകത്താണ് ഇൻഡോർ ഷൂട്ടിങ്സൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ബാഹുബലിയുടെ സെറ്റിലേക്കാണ്. ഇവർ ഓരോ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് വേണ്ടി ഉണ്ടാക്കിയ സെറ്റുകൾ ഡിസ്മാൻഡിൽ ചെയ്യാതെ അങ്ങനെ തന്നെ വച്ചേക്കൂട്ടോ. പിന്നീട് വേറൊരു മൂവിയുടെ ഷൂട്ട് അവിടെ വരുമ്പോഴത്തേക്കുമാണ് അതിലെന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വരുത്തുന്നത്. ഈ ബാഹുബലിയുടെ സെറ്റ് അതുകൊണ്ട് തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രോപ്പർട്ടീസ് ആയാലും ബിൽഡിങ്സ് ആയാലും എല്ലാം. ഈ ഡ്രമ്മൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ സിനിമയിൽ കണ്ടതായിട്ട്? നമ്മളിതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ബാഹുബലിയിലെ BGM ആണെങ്കിലും പാട്ടായിട്ടും അല്ലെങ്കിൽ ഡയലോഗ്സും എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. നമുക്ക് ശരിക്കും മഹിഷ്മതി സാമ്രാജ്യത്തിനകത്ത് കയറിയ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ കണ്ണുകളിൽ നമ്മൾ ഈ സിനിമയിൽ കണ്ടതൊന്നും റിയൽ അല്ല, അതിൻ്റെ റിയാലിറ്റി ഒക്കെ ഇങ്ങനെയാണ് എന്ന്. ഈ കാണുന്ന തൂണുകളും എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഞാൻ വിചാരിച്ചത് റാമോജി ഫിലിം സിറ്റിയുടെ വീഡിയോ തന്നെ 2-3 പാർട്ടായിട്ട് ഇടാമെന്നാണ് കേട്ടോ. പക്ഷെ അതെല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. എനിക്കറിയില്ല, ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. എത്രത്തോളം ആൾക്കാർ ഇത് ഫുള്ള് കാണുന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇങ്ങനെ തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറേ ടൈപ്സ് ഓഫ് ഷോസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബേർഡ്സും വാട്ടർഫോൾസും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ബേർഡ് പാർക്ക് പോലെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യും കേട്ടോ. പിന്നെ പല തീംസിൽ ഇതിപ്പോൾ ഒരു ജാപ്പനീസ് പാർക്കാണ്. അങ്ങനെ ഒരുപാട് തീംസിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം ഈ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി ഈ ഫിലിം സിറ്റി മുഴുവനും കണ്ടു തീർക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം പോരാട്ടോ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൂവി മാജിക് എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇതിൽ
എങ്ങനെയാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതെന്ന് പല രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മളൊരു ടോയ് ട്രെയിനിലിരുത്തിയിട്ട് ഒരു മൂവിയുടെ കഥ ഇങ്ങനെ പറഞ്ഞ് ഒരു വേൾഡ് ടൂർ പോലെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. വേൾഡിലുള്ള പല പ്ലേസസിലുള്ള പല മോണുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ഈ ട്രെയിനിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ 3 പേരെ ചൂസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ അവരെ കൊണ്ടൊരു സീൻ അഭിനയിപ്പിച്ച് അത് നമുക്ക് സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാവും എന്നൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ആൻഡ് ഓൾസോ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു സൗണ്ടും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ഒരു മോക്കായിട്ട് ഇവർ ചെയ്യുന്ന കാര്യം ഒരു റിയാലിറ്റിയിൽ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പറയാനും കാണിക്കാനായിട്ടാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ രാമോജിയിലെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി Day 2 ആയിട്ട് ഞാൻ നാളെ കാണാം. ഓക്കെ, ബൈ.